ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ പുതിയ വീട് തൃശ്ശൂർ റൂട്ടിൽ, അതായത് മണ്ണുത്തിക്കടുത്ത്, മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. നല്ലൊരു എലിവേഷനോട് കൂടി തന്നെയാണ് ഇവിടെ ഈ വീട്, പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ബോക്സ് ടൈപ്പ്, ധാരാളം ടെക്സ്ചർ വർക്കുകൾ, വാം ലൈറ്റുകൾ, കളർ പെയിൻറ്റിങ് എല്ലാം കൊണ്ടും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ മുൻവശത്ത് ടാറിംഗ് റോഡ് നടക്കാവുന്ന രീതിയിലുള്ള കല്ലുകളൊക്കെ, കോൺക്രീറ്റ് കല്ലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ടാറിംഗ് റോഡ് പടുത്ത് തന്നെ വരുന്നതായിരിക്കും. രണ്ട് സൈഡിലും നല്ല വീതി കൂടിയ ഒരു റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 5 മീറ്ററോളം വീതിയുണ്ട്. 5 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ മുൻവശത്ത് വീതി കൂടി ഒരു സ്ലൈഡിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എത്ര വലിയ വാഹനമായാലും നമുക്കകത്ത് കയറ്റിയിടാൻ നിർത്താവുന്ന രീതിയിലുള്ള വീതി കൂടി ഒരു സ്ലൈഡിംഗ് ആയിട്ട്. അതുപോലെ 1-2 വാഹനങ്ങളൊക്കെ കയറ്റി നിർത്താനുള്ള സ്പേസ് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ആയിട്ട് തന്നെ കൊണ്ടിട്ടാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം വിരിച്ച് നല്ല ടൈലെല്ലാം ബാക്കി നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം ടെക്സ്ചർ വർക്കുകളും വാം ലൈറ്റുകളും കളർ പെയിൻറ്റിങ്ങും നല്ല രീതിയിൽ തന്നെയാണ് ഈ വീട് ഇവിടെ ഒരു വെറൈറ്റി ഡിസൈനിനോട് കൂടി തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 5 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. അതുപോലെ വീടിൻ്റെ വലത്ത് വശത്ത് ഒരു മൂലയിലായിട്ട് ഒതുക്കിയിട്ട് ഒരു ഓപ്പൺ വെല്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ്. എത്ര വലിയ വേനൽക്കാലം വന്നാലും വെള്ളത്തിനൊരു ക്ഷാമമില്ല. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാലും ഈ ഭാഗത്തൊന്നും വെള്ളം കയറാത്തൊരു ഏരിയയും കൂടിയാണ്. വീടിൻ്റെ മുൻവശത്ത് ഒരു വീതി കൂടിയ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല വീതി കൂടിയ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്. ഇവിടെ വുഡിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന തേക്ക് വുഡാണ്. ഡബിൾ പാളി ഡോറോട് കൂടിയാണ് ഇവിടെ ഫ്രണ്ടിലത്തെ ഡോറ് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്നൊരു ലിവിങ് ഹാളാണിത്. നല്ല വീതി കൂടി ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 6x4 സൈസ്. 2 സൈഡിലും വിൻഡോസുകളും കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകൾ വശത്ത് ധാരാളം ഹോൾ സീലിംഗ് വർക്ക് വാം ലൈറ്റോട് കൂടിയും അതുപോലെ LED ഫാനോട് കൂടി. ഇപ്പോഴത്തെ ട്രെൻഡാണ്, എല്ലാ ഭാഗങ്ങളിലും ഈ LED ഫാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അധികം കറണ്ട് ബില്ലൊന്നും വരാത്ത രീതിയിലുള്ള ഒരു ഫാൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു TV യൂണിറ്റും ലിവിംഗ് ഹാളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ബൾബും സൈഡിലൊക്കെ 3-4 ഹാങ്ങിങ് ബൾബ് നമുക്ക് ലിവിംഗ് ഹാളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം ലിവിംഗ് ഹാളിൽ നിന്ന് ഒരു ആർച്ചോട് കൂടിയിട്ട്, മൾട്ടിവുഡിലുള്ള ഒരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെയും വീതി കൂടി ടൈൽ തന്നെയാണ്. അതായത് 6x4 സൈസ് വലിയ വീതി കൂടി ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളാണിത്. എത്ര വലിയ ടേബിൾ ഇട്ടിട്ട് നമുക്ക് 6-8 പേർക്കൊക്കെ ഇരിക്കാൻ സ്പേസുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും ഡൈനിങ് ഹാളിലും ഹാങ്ങിങ് ബൾബും വാം ലൈറ്റുകളും ഹോൾ സീലിംഗ് വർക്കുകളും നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഡൈനിങ് ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ, നീളം കൂടിയ ഒരു മിററോട് കൂടി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു സൈസ് വാഷ് ഏരിയ ആണ് ഇവിടെ കൊടുത്തത്. അഞ്ച് സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിലാണ് 4 ബെഡ്റൂമോട് കൂടിയ ഈ വീട്. വാഷ് ഏരിയയുടെ ഒരു സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം, അതായത് ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിൽ നിന്ന്. ഇവിടെ 2x4 സൈസാണ് ടൈല്, ഫ്ലോറിംഗ് ടൈല് കൊടുത്തിട്ടുള്ളത്. അത് അപ്പോക്സിയോട് കൂടി തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് ഒരു അലമാരി വർക്ക് മിററോട് കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിലും ഹോൾ സീലിംഗ് വർക്കും വാം ലൈറ്റും അതുപോലെ LED ഫാനോട് കൂടിയുള്ള ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഫാനും എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല തരം കമ്പനികളുടെ ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് അതിൻ്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാ സ്റ്റെയറിന് അടിഭാഗത്ത് വരുന്ന ബാത്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഹാളിൽ നിന്ന് കിടക്കാവുന്ന വിധത്തിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇവിടെയും അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോക്സിയോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതുപോലെ ഹോൾ സീലിംഗ് വർക്കും വാം ലൈറ്റുകളും മറ്റേ റിമോട്ട് കൺട്രോൾ ഫാനും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫാനും റിമോട്ട് കൺട്രോൾ ഫാൻ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അലമാരി വർക്ക് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ എല്ലാ ബാത്റൂമിലും വെറൈറ്റി ഡിസൈനിലുള്ള ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചുവരിൽ. ലിവിംഗ് ഹാളും ഡൈനിങ് ഹാളൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെ കൊടുത്തിട്ടുണ്ട്. 1900 സ്ക്വയർ ഫീറ്റാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. ഒരു മാറ്റ് ഡിസൈൻ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടേബിൾ ടോപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ധാരാളം കബോർഡ് വർക്ക് മുകൾ വശത്തും സൈഡിലും താഴെയായിട്ടും ധാരാളം കബോർഡ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിമ്മിനിക്കുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നു. വർക്ക് ഏരിയയിൽ വേറെ ഡിസൈൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം അത്. ബേബി മെറ്റലെല്ലാം സൈഡിലെല്ലാം ധാരാളം ബേബി മെറ്റലൊക്കെ കൊടുത്തിട്ടുണ്ട്, ചുമലും ചെളി തെറിക്കാത്ത വിധത്തിലൊക്കെ. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 8.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കായിട്ടുള്ളത്. 5 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൽ കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. അതുപോലെ ഈ വീടിൻ്റെ അടുത്ത് തന്നെ സ്കൂളുകളായാലും സൂപ്പർ മാർക്കറ്റുകളായാലും ഓട്ടോ സ്റ്റാൻഡായാലും ബസ് റൂട്ടായാലും എല്ലാം നമുക്ക് ഒരു 400 മീറ്റർ ചുറ്റളവിൽ തന്നെയുണ്ട്. ഈ വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും 79 ലക്ഷം രൂപയാണ്. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. മുകൾ വശത്തെ ഹാളാണിത്. നല്ലൊരു വീതി കൂടിയ ഒരു ഹാൾ തന്നെയാണ് കൊടുത്തത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എൽ ടൈപ്പ് മോഡൽ ഒരു ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ധാരാളം ഹോൾ സീലിംഗ് വർക്കും ഹാങ്ങിങ് ബൾബ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഗ്ലെയർ അടിക്കുകയാണ്, അത് ആ ബൾബിൻ്റെ ഒരു പ്രത്യേകതയാണ്. വീഡിയോസ് ചെയ്യുമ്പോൾ ഒന്ന് ഗ്ലെയർ പോലെ വരുന്നത്. അതുകൊണ്ട് ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോൾ ഈ ഗ്ലെയറൊന്നും ഉണ്ടാവില്ല. അത് ആ വീഡിയോ പിടിക്കുമ്പോൾ വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ധാരാളം ഹാങ്ങിങ് ബൾബ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം. ഇതൊരു 12 സൈസാണ് ഇവിടെ ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിരിക്കുന്നത്. റിമോട്ട് കൺട്രോൾ ഫാൻ തന്നെയാണ് ഇവിടെയും. ഹോൾ സീലിംഗ് വർക്കും വാം ലൈറ്റും എല്ലാം തന്നെ എല്ലാ ബെഡ്റൂമുകളിലും ഹാളിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം വാഷബിളോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാഷ് ഏരിയ എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. അതുപോലെ ഹീറ്ററിനുള്ള പോയിന്റ്, സോളാറിൻ്റെ കണക്ഷൻ ഏറ്റവും മുകളിൽ തന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നാലാമത്തെ ബെഡ്റൂം. 14 സൈസാണ് ഇവിടെ ബെഡ്റൂമിൻ്റെ അളവ്. അലമാരി വർക്ക് ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി തന്നെ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോട് തൊട്ട് ചേർന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ എല്ലാം ബാത്റൂമിലും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. സെറ എന്ന കമ്പനിയുടെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാളിന് ഏറ്റവും മുകളിൽ വശത്തുള്ള ഓപ്പൺ ബാൽക്കണി. 4-5 പേർക്കൊക്കെ ഈസി ആയിട്ട് ഇരിക്കാവുന്ന സ്പേഷ്യസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ഉണ്ട്. മുകളിൽ നല്ല സ്ഥലം കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് കാണുന്ന വ്യൂസാണിത്. അതുപോലെ തൊട്ടടുത്തൊക്കെ നല്ല പുതിയ വീടുകൾ എല്ലാം നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയ തന്നെയാണെന്ന് പറയാം. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയും കൂടിയാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 8.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് വീട്ടിലേക്കുള്ളത്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായി ബന്ധപ്പെടുക. ബാക്കിലത്തെ ഓപ്പൺ
ടെറസ്. ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റെയറും ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.